AS എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ വിജി രമേശും നാട്ടിൽ പോവാണ്. അതിൻ്റെ ഒരുക്കങ്ങളാണ് ഇവിടെ. പാക്കിങ് നടന്നുകൊണ്ടിരിക്കുന്നു. കരയിപ്പിച്ചു വിജീനെ കരയിപ്പിച്ചതല്ല, രണ്ടുപേരുടെയും കൈ മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു. പാസ്പോർട്ട് കണ്ടില്ല, രമേശിൻ്റെ പാസ്പോർട്ട് കണ്ടില്ല. പോകേണ്ട സമയമായപ്പോൾ ഇവിടെ പാസ്പോർട്ട് നോക്കിയിട്ട് പാസ്പോർട്ട് കാണുന്നില്ല. എന്ത് ചെയ്ത് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാവർക്കും വെപ്രാളമായിപ്പോയി. ലാസ്റ്റ് വണ്ടി വിളിക്കാൻ പോകുന്നു, ഓഫീസിൽ ഫയൽ കൊണ്ടുവച്ചത് ഫയലിനകത്ത് ഇരിക്കുന്നെന്ന് പറയുന്നു. അപ്പോഴത്തേക്ക് വിജി ഇവിടെ ഒഴുക്കാൻ തുടങ്ങി. എന്നിട്ട് ലാസ്റ്റ് മൂവ്മെൻറ്റിന് വന്നപ്പോൾ രമേശിൻ്റെ ഹാൻഡ് ബാഗിനകത്ത് സംഭവം ഇരിപ്പുണ്ടായിരുന്നു. ബിജി അത് കണ്ടോണ്ട് ഒരൊറ്റ പൊട്ടിക്കരച്ചിൽ, ചേട്ടാ നിങ്ങൾ എന്നെ കരയിച്ചില്ലേ എന്ന് ചോദിച്ചോണ്ട്. അപ്പം രമേശ് ഓടിച്ചെന്നിട്ട് നീ കരയണ്ടാടി, ഞാൻ വെള്ളം തരാടി എന്ന് പറഞ്ഞ് ഓടിച്ചെന്നിട്ട് വെള്ളമൊക്കെ എടുത്ത് കൊടുത്ത്. ബഹുരസമായിരുന്നു, മനസ്സിലായോ? ഇവിടെ ഭയങ്കര പാക്കിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇച്ചിരി വെയിറ്റൊക്കെ കൂടിപ്പോയി. അത് ഒരു വിധത്തിലൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് ഇങ്ങനെയൊക്കെ ചെയ്തു. ഇനി ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ഇവിടെ ഒരു കവറിനകത്ത് വെക്കും. വേസ്റ്റ് എല്ലാം ഇവിടെ പറയിക്കൊണ്ടിരിക്കുകയാണ് ഒരുത്തി. കണ്ടോ, എന്നാൽ ഒറിജിനൽ മുഖം ഒന്ന് കണ്ടോ എല്ലാവരും? ഒറിജിനൽ മുഖം കണ്ടോ? നോക്കാൻ വന്നു, ഇന്ന് ആള് വന്നായിരുന്നു നോക്കാൻ. അതൊന്നുകൂടെ നോക്ക്, വെയിറ്റ് ചെയ്ത് നിങ്ങൾ. വേറെ കാര്യ, നിങ്ങൾ ഇത് ലഗേജില്ല, മറ്റേ ഇതില്ലേ, ഇത് പൊട്ടിക്കാൻ ഒരിക്കലും സമ്മതിക്കരുത്. ഇതിപ്പോ ഇത് രണ്ടും കൂടെ ഒന്നിച്ച് കയറ്റിക്കും. അപ്പൊ നിങ്ങൾക്ക് ഇത് പൊട്ടിക്കണ്ട, ഇതിനകത്തുനിന്ന് എന്തെങ്കിലും എടുക്കാനുള്ളത് മാറ്റിയാൽ മതി. ഇത് പൊട്ടിക്കരുത് കേട്ടോ. അവിടെ ചെന്ന് കഴിഞ്ഞാൽ ചിലപ്പോ രണ്ടും ഓരോന്ന് വെച്ച് കഴിഞ്ഞാൽ പറയാം അതിനകത്ത് സാധനം എടുക്കാൻ. രണ്ടും കൂടെ ഒന്നിച്ചാ വിജി രമേശ് അങ്ങനെ കുറച്ച് മണിക്കൂറുകൾ മാത്രം, ഏതാനും നിമിഷങ്ങൾക്ക് ദുബൈയിൽ നിന്ന് ബൈ പറയുകയാണ്. ബാക്ക് ടു ട്രിവാൻഡ്രം. കണ്ടോ എല്ലാവരും? ആർത്തി മൂത്ത് ഉള്ള സാധനം എല്ലാം വലിച്ചു വാരി കൂട്ടിയിട്ട് ഞാൻ അപ്പോഴേ പറഞ്ഞു, വിജി നോക്കണേ 60 കിലോയിൽ കൂടുതൽ ഇതുണ്ടേന്ന് അന്ന് ഞാൻ പറഞ്ഞു. ഇത്രയും സാധനം കൊണ്ടുപോകുന്നില്ല, ഇത്രയും സാധനം ബാലൻസ് വന്നിരിക്കുകയാണ്. കണ്ടോ, ഇത് നമ്മുടെ നബീന് രമേശന്റെ ചിത്രപ്പേര മോനുണ്ട്. ഇത്രയും സാധനം കൂടുതലാണ്. അപ്പോൾ ഇത്രയും സാധനം ഇവിടെ വെച്ചിട്ട് പോകും. അപ്പോൾ രമേശൻ്റെ ചിറ്റപ്പൻ്റെ മോനുണ്ട്, അവനെ ഏൽപ്പിച്ചിട്ട് പോവാണ്. അപ്പോൾ ഇവിടെ കാപ്പി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വലിച്ചു പിടിക്കും രമേശേ. നമ്മൾ സാധനങ്ങളൊക്കെ വാങ്ങിക്കുമ്പോൾ നമ്മൾ അറിയത്തില്ല ഇങ്ങനെ വെയിറ്റ് കൂടും എന്നുള്ള കാര്യം നമുക്കറിയത്തില്ല. പക്ഷെ ഇപ്പം ഞങ്ങൾ അച്ഛൻ്റെ കാര്യം അതുപോലെ ഇപ്പം കണ്ടോണം. 20 ഇന്നലെ ആയി. ഇനി ഫ്രീസറിനകത്ത് ഇരിപ്പുണ്ട് ചോക്ലേറ്റൊക്കെ, ഫ്രിഡ്ജിനകത്ത്. എല്ലാം കൂടെ നാളെ ഞങ്ങൾക്ക് പാക്കിങ്ങാ. ഞങ്ങൾ ഇന്നലെ കുറേ പാക്ക് ചെയ്ത് വെച്ചു. കണ്ടോ, അവിടെ കൈ കൊണ്ട് പ്രസ് ചെയ്യും. ഇവിടെ വലിച്ചു പിടി രമേശ, ഇവിടെ വലിക്കേ. യെസ് വിജി. കണ്ടോ വിജി അങ്ങനെ ദുബൈയോട് ബൈ പറയുകയാണ് കേട്ടോ പിള്ളേരെ. പിള്ളേരെ ഇനിയെങ്കിലും പാസ്പോർട്ടൊക്കെ എടുത്ത് സൂക്ഷിക്കണേ. പാസ്പോർട്ടിന് വേണ്ടി എല്ലാവരും ഒന്ന് ടെൻഷൻ അടിച്ച് മക്കളെ. എന്താ വിജി ഞാൻ ക്യാപ്ഷൻ കൊടുക്കേണ്ടത്? സംഭവിച്ചത് വിജയെ കരയിപ്പിച്ച ഒരു സംഭവം. വിജി പൊട്ടിക്കറി, ഈ മനുഷ്യൻ പൊട്ടിക്കറി.
ഇവിടെ വലിയ മസിൽ പിടിച്ചുള്ള വന്നില്ല. പോകും ബാക്ക് ടു 200 ബിജി ബട്ട് ഷീ ടു മച്ച് ക്രൈൻ പോരെ അല്ലേ? ഇങ്ങോട്ട് ഒന്നുകൂടെ മറിച്ച് ഒന്നുകൂടെ പോയി. നവീൻ വന്നോ? അവിടെ വെളിയിരിക്കുന്നു. അവനോട് ഇങ്ങോട്ട് വരാൻ പറ. ഇവിടെ പിള്ളേർ ബൈക്ക് ചെയ്യുമ്പോൾ പിള്ളേരെ ഹെൽപ്പ് ചെയ്യാൻ പറ. കഴിഞ്ഞ 4 സൈഡും ആയോ? 4 സൈഡും ബിജി കത്തി എവിടെ? അങ്ങെടുത്തോണ്ട് ഓടി വാ. ഇപ്പഴേ എന്തിനാ കൊടുക്കുന്നേ? ബിജി ഓടുന്നുണ്ടോ? കിച്ചണിലോട്ട് കത്തി എടുക്കാൻ ഓടുക. ഞാനും കണ്ടില്ലെന്ന് വേണ്ട. കത്തി കാണിച്ചു ചാനലിനകത്ത് കോപ്പറേറ്റ് വരും. അതെ, അപ്പോൾ ഇതെനിക്ക് നീ കോപ്പിറൈറ്റ് അറിഞ്ഞുകൊണ്ട് ചെയ്യിപ്പിച്ചത്. ഇത് കുഴപ്പമില്ല, ഞാൻ ഇങ്ങനെ ചൂണ്ടി കാണിച്ചതാണ്. അപ്പം ശരി, അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ നാട്ടിൽ ചെന്നിട്ട് കാണാം എല്ലാവർക്കും. ഓക്കെ, ഇനി അടുത്തത് ഞങ്ങളുടെ പപ്പ പോകുന്നത് നിങ്ങൾ ചാനലിടാമായിരിക്കും. അടുത്ത ചാനൽ എല്ലാവർക്കും വണക്കം. ചേച്ചിയിൽ പ്രത്യേക നന്ദിയുണ്ട്. അപ്പോൾ ശരി, എന്നാൽ നമുക്ക് ലൈവ് നിർത്താമേ. വീഡിയോ നിർത്തുകയാണ്. എന്തെങ്കിലും ബിജിക്ക് പറയാനുണ്ടോ? ഒന്നും പറയില്ല. ഇതുവരെ തന്ന എല്ലാ സപ്പോർട്ടിനും ഒത്തിരി താങ്ക്സ്. അപ്പോൾ ശരി, എന്നാൽ ബൈ. ഇനി നാട്ടിൽ ചെന്നിട്ട് ബിജി എല്ലാവരും കാണുക. ബൈ.